നമസ്കാരം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പഠിച്ചിരുന്നു. ഒന്ന് ഓർമ്മിച്ചെടുക്കുക. എ ബിസിനസ് ഓൺഡ് ബൈ 2 or more persons based on an agreement to share profits, that is partnership. The persons engaged in partnership are termed as partners and they are collectively known as firm. ഒരു കൂട്ടം ആളുകളിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ വ്യത്യാസമുണ്ട്. ചിലർ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സജീവമായി മുന്നിട്ടിറങ്ങുമ്പോൾ മറ്റു ചിലർ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ചില ശീലങ്ങളുണ്ട്. ചിലർ ഇല്ലാത്ത മേനി നടിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരം ആളുകളെ ഒരു സമൂഹത്തിൽ നമുക്ക് കാണാം. അതുപോലെ പാർട്ട്ണർഷിപ്പിലും പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതും വ്യാപൃതരാകാത്തവരുമായ പങ്കാളികൾ ഉണ്ട്. നമുക്കാദ്യം ആക്റ്റീവ് പാർട്ട്ണർ ആരാണെന്ന് നോക്കാം. അതിൻ്റെ പേരിനകത്ത് തന്നെയുണ്ട് ആക്റ്റീവായിട്ടുള്ള, വർക്ക് ചെയ്യുന്ന, സജീവമായി എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന പങ്കാളി. A partner who takes an active part in the management and control of the business. He contributes capital, share profit and losses, and his liability is unlimited. ബിസിനസ്സിൻ്റെ സകല കാര്യങ്ങളിലും ഏറ്റവും സജീവമായി ഇടപെടുന്ന, ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പാർട്ട്ണറെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർ അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്ണർ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാധ്യത അൺലിമിറ്റഡ് ആണ്. സ്ഥാപനത്തിൻ്റെ അസറ്റുകൾ വിറ്റിട്ടും ബിസിനസ്സിൻ്റെ ബാധ്യത തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ കൂടി ഉപയോഗിച്ച് ബിസിനസ്സിൻ്റെ കടം വീട്ടണം. ദെൻ സ്ലീപ്പിംഗ് ഓർ ഡോർമെൻ്റ് പാർട്ട്ണർ, അതും പേരിനകത്ത് തന്നെയുണ്ട്. ഉറങ്ങുന്ന, സജീവമല്ലാത്ത, വർക്ക് ചെയ്യാത്ത, മാറി നിൽക്കുന്ന പങ്കാളി, അതാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. പാർട്ട്നേഴ്സ് who do not take part in the day-to-day activities of the business are called sleeping partners. ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവൃത്തികളിലൊന്നും ഇദ്ദേഹം ഇടപെടാറേയില്ല. A sleeping partner, however, contributes capital to the firm and shares its profit and losses and has unlimited liability. ബിസിനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ മൂലധനം കോൺട്രിബ്യൂട്ട് ചെയ്യും. മറ്റ് കാര്യങ്ങളൊന്നും ഇദ്ദേഹം അന്വേഷിക്കാറില്ല. കൃത്യമായി ലാഭനഷ്ടങ്ങളിൽ തൻ്റെ ഓഹരി വാങ്ങും. ബിസിനസ്സിലേക്ക് പണം മുടക്കി ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പങ്കാളിയാണ് നമ്മൾ സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഡോർമെൻ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റിയും അൺലിമിറ്റഡ് ആണ്. ദെൻ സീക്രട്ട് പാർട്ട്ണർ, പേരിനകത്ത് തന്നെയുണ്ടല്ലേ. താനൊരു പങ്കാളിയാണ് എന്ന് മറ്റാരും അറിയരുത് എന്ന ആഗ്രഹത്തിൽ ബിസിനസ്സിൽ തുടരുന്ന വ്യക്തി. A secret partner is one whose association with the firm is unknown to the general public. പൊതുജന ദൃഷ്ടിയിൽ ഇദ്ദേഹം പങ്കാളിയാണ് എന്ന് വരുന്ന തരത്തിലുള്ള പെരുമാറ്റം ഇദ്ദേഹം കാഴ്ചവെക്കാറില്ല. അതാണ് രഹസ്യ പങ്കാളി. He contributes capital to the firm and takes part in the management secretly, share its profit and losses, and his liability is unlimited. ബിസിനസ്സിൽ മൂലധനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ രഹസ്യമായി അതിൻ്റെ മാനേജ്മെൻറ്റിൻ പങ്കാളിയുമാകും.
ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ പൊതുജനം അറിയാതിരിക്കാൻ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് സീക്രട്ട് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലയബിലിറ്റിയും അൺലിമിറ്റഡ് ആണ്. ദെൻ നോമിനൽ പാർട്ട്ണർ. നോമിനൽ പാർട്ട്ണർ മീൻസ് ബൈ നെയിം ആണ്. ഒരു വ്യക്തി തൻ്റെ പേര് പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഉപയോഗിക്കുവാനുള്ള അവകാശം കൊടുക്കുന്നു. ഇദ്ദേഹം ബിസിനസ്സുമായിട്ട് ബന്ധമുള്ളയാളൊന്നുമല്ല. പക്ഷെ സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുമുള്ള ഒരു വ്യക്തിയെ ബിസിനസ്സിൻ്റെ ഭാഗമായി കാണാൻ മറ്റ് പങ്കാളികൾ ആഗ്രഹിക്കുമ്പോൾ ആ പാർട്ട്നേഴ്സിൻ്റെ ലിസ്റ്റിൽ ഇദ്ദേഹവും ഉണ്ട് എന്ന് വരുത്തുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് അനുമതി നൽകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെയാണ് നമ്മൾ നോമിനൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. എ നോമിനൽ പാർട്ട്ണർ നൈദർ കോൺട്രിബ്യൂട്ട്സ് ക്യാപിറ്റൽ നോർ takes any active part in the management of the business. He allows the use of his name by a firm. He is liable to third parties for all debts of the firm. അപ്പോൾ ഇദ്ദേഹം ബിസിനസ്സിലേക്ക് മൂലധനം നിക്ഷേപിക്കുന്നില്ല, ബിസിനസ് മാനേജ്മെൻറ്റിൽ പങ്കാളിയാകുന്നില്ല, ലാഭനഷ്ടങ്ങളുടെ ഓഹരി സ്വീകരിക്കുന്നുമില്ല. എങ്കിലും പാർട്ട്ണർഷിപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പങ്കാളിയായി ഉൾപ്പെടുത്താൻ ഇദ്ദേഹം സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാധ്യതയും അൺലിമിറ്റഡ് ആണ്. Then partner by estoppel. A person by his talk or action gives an impression to third parties that he is a partner. Then he is known as a partner by estoppel. He is not entitled to share the profit of the firm and does not participate in the management. He is liable to third parties. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ സംസാരത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ മറ്റുള്ളവരെ താൻ ഒരു പങ്കാളിയാണ് എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നു. അയാളെയാണ് നമ്മൾ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന് ലാഭവിഹിതത്തിന് അർഹതയില്ല, ബിസിനസ് മാനേജ്മെൻറ്റിലൊന്നും ഇദ്ദേഹം പങ്കെടുക്കുന്നുമില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ട പൊതുജനം സ്ഥാപനത്തിന് കടം കൊടുക്കുകയോ മറ്റോ ചെയ്താൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത സ്ഥാപനത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിനുമുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടാണ് മറ്റുള്ളവർ ഇദ്ദേഹം ഒരു പങ്കാളിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. അപ്പോൾ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. ഹി ഗിവ്സ് ആൻ ഇംപ്രഷൻ ദാറ്റ് ഹി ഈസ് എ പാർട്ട്ണർ ഓഫ് ദ ഫേം ത്രൂ ഹിസ് ബിഹേവിയർ. ആക്ച്വലി ഇദ്ദേഹം സ്ഥാപനവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു പക്ഷേ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത സുഹൃത്ത് വല്ലതുമാവാം. അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹം വ്യാപൃതനാവുന്നുണ്ട്. എന്നാൽ ബിസിനസ്സിലേക്ക് പണം കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ ലാഭനഷ്ടങ്ങളിൽ ഓഹരി ലഭിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ട മറ്റുള്ളവർ ഇദ്ദേഹം ഒരു പങ്കാളിയാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ബാധ്യതയും അൺലിമിറ്റഡ് ആണ്. Then partner by holding out. When a person is declared as a partner and he does not deny even after becoming aware of it, he is called a partner by holding out. He becomes liable to those who lend money to the firm on the basis of such declaration. ജനമാണ് പറയുന്നത്, മറ്റുള്ളവരാണ് പറയുന്നത് ഇദ്ദേഹം ഒരു പങ്കാളിയാണ്, ഈ സ്ഥാപനത്തിൻ്റെ പങ്കാളിയാണ് എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് നിഷേധിക്കാത്തയാളെയാണ് നമ്മൾ പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഹി അലൗസ് ഹിംസെൽഫ് ടു ബി റെപ്രസെൻറ്റഡ് ആസ് എ പാർട്ട്ണർ. ഹി നെവർ ഡിനൈസ്. മറ്റുള്ളവർ പറഞ്ഞു ഇദ്ദേഹവും ഈ സ്ഥാപനത്തിലെ ഒരു പങ്കാളിയാണ്, ഇദ്ദേഹം ഇത് അറിഞ്ഞു, എന്നിട്ടും ആ കാര്യം നിഷേധിച്ചിട്ടില്ല. കേൾക്കാൻ ഒരു സുഖമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആയിക്കോട്ടെ എന്ന് ഇദ്ദേഹം വെച്ചു. അപ്പോൾ ഇദ്ദേഹം പങ്കാളിയാണ് എന്ന് വിശ്വസിച്ച് സ്ഥാപനവുമായി ധന ഇടപാടുകൾ മറ്റുള്ളവർ നടത്തിയാൽ ഇദ്ദേഹത്തിൻ്റെ ബാധ്യത
അൺലിമിറ്റഡ് ആണ്. ആ ബാധ്യത തീർക്കുന്നതിന് ഇദ്ദേഹത്തിന് കൂടി ഉത്തരവാദിത്തം ഉണ്ട്. ദെൻ മൈനർ ആസ് എ പാർട്ട്ണർ. ആരാ മൈനർ? യെസ്, എ പേഴ്സൺ ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മജോറിറ്റി ഓർ 18 years. 18 വയസ്സ് പൂർത്തിയാക്കാത്തവർ, അവരെയാണ് നമ്മൾ മൈനർ എന്ന് വിളിക്കുന്നത്. എ മൈനർ ഈസ് ഇൻകോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട് വിത്ത് അതേഴ്സ്. സോ മൈനേഴ്സ് കനോട്ട് സ്റ്റാർട്ട് എ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ പ്രായപൂർത്തിയായിരിക്കണം. മൈനർക്ക് പ്രായപൂർത്തിയാവാത്തതിനാൽ കരാറിൽ ഏർപ്പെടാൻ പറ്റില്ല. പാർട്ട്ണർഷിപ്പ് ഒരു എഗ്രിമെൻ്റാണ്. അപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്തതിനാൽ ഒരു മൈനർക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഭാഗം ആവാൻ പറ്റില്ല. ഹൗവർ, എ മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു ദ ബെനഫിറ്റ്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഫേം വിത്ത് ദ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക്, നിലനിൽപ്പിന് ഒരു മൈനറുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് എന്ന് മറ്റ് പങ്കാളികൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ ഒരു മൈനറെയും സ്ഥാപനത്തിൽ പങ്കാളിയാക്കാം. മുഴുവൻ പാർട്ട്നേഴ്സിൻ്റെയും പൂർണ്ണമായ സമ്മതത്തോടുകൂടി സ്ഥാപനത്തിൻ്റെ ബെനഫിറ്റിന് വേണ്ടി മൈനറിനെ പങ്കാളിയാക്കാൻ നിയമം അനുവദിക്കുന്നു. എ മൈനർ ക്യാൻ ഷെയർ ഓൺലി ദ പ്രോഫിറ്റ്സ് ആൻഡ് കനോട്ട് ബി ആസ്ക്ഡ് ടു ബെയർ ദ ലോസസ്. ബിസിനസ്സിൽ ലാഭത്തിൽ ഒരു പങ്ക് മൈനർക്ക് ലഭിക്കും. എന്നാൽ സ്ഥാപനം നഷ്ടത്തിലാണെങ്കിൽ മൈനർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല. ഹിസ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം. ഇദ്ദേഹത്തിൻ്റെ ബാധ്യത ലിമിറ്റഡ് ആണ്. ബാക്കി എല്ലാ പങ്കാളികളുടെയും ബാധ്യത അൺലിമിറ്റഡ് ആണ്. മൈനറുടെ ബാധ്യത മാത്രം ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ബെനഫിറ്റിന് വേണ്ടിയാണ് ഒരു മൈനറെ പങ്കാളിയാക്കുന്നത്. അദ്ദേഹം മാനേജ്മെൻറ്റിലൊന്നും ഇടപെടാറില്ല. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, ലാഭത്തിൽ പങ്കെടുക്കും. ദെൻ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. സോ ഇന്ന് കണ്ട കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാം. പാർട്ട്നേഴ്സിൻ്റെ ബിഹേവിയർ, പെരുമാറ്റ രീതികൾ നോക്കിയിട്ട് അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ആക്റ്റീവ് പാർട്ട്ണർ മീൻസ് പാർട്ട്ണർ ഹു ടേക്ക് ആൻ ആക്റ്റീവ് പാർട്ട് ഇൻ ദ മാനേജ്മെൻറ്റ്. He contribute capital and share profit. Sleeping partner or dormant partner or inactive partner who do not participate in the management. He contribute capital and get a share of profit. Then secret partner participate in management secretly, contribute capital, share profit. Then nominal partner by holding out, partner by estoppel. They are not actual partners. Does not participate in management, does not contribute capital, does not share profit. ഈ എല്ലാ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. Then it is the time to test your understanding. Thank you for your cooperation.